നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി, എങ്ങനെ? പിന്നെ വേറൊരു കാര്യം, നമ്മൾ 4 പേരിൽ ഒതുങ്ങണ ഇക്കാര്യം തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. ദേ, നിന്റെ രൂപത്ത് പോലും എന്നെ കൊണ്ട് വയ്യ കുഞ്ഞേച്ചി. ഗർഭമില്ലാത്ത ഞാനെങ്ങനെയാ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്? നീ അഭിനയിക്കൊന്നും വേണ്ട. 1-2 ദിവസം കഴിഞ്ഞ സത്യാമ്മ നിന്നെ പ്രസവത്തിനായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അവിടെ എന്തിനാ നീ അഭിനയിക്കാൻ പോകുന്നത്? അത് അവിടെ ആരുടെയും മുന്നിൽ പോകുന്നില്ലല്ലോ നീ. എന്നാലും പിന്നീട് ഇതെല്ലാം പുലിവാലാവേ ഉള്ളൂ. നമുക്കൊന്നും ഒളിക്കണ്ട. നമുക്കിതെല്ലാം സത്യമ്മയോട് തുറന്നു പറയാം. വരുന്നത് പോലെ വരട്ടെ. നമുക്ക് പറയടേ ക്ഷമ, നിക്ക്. എടി, ഞങ്ങൾ പുറത്തു നിന്നപ്പോ നിനക്ക് അബോഷനായിന്ന് സംശയം തോന്നി സത്യാമ്മയ്ക്ക്. ആ നിമിഷം അവിടെ കുഴഞ്ഞു വീണതാ സത്യാമ്മ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവരെ പരിശോധിച്ച ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? BP കൂടി വീണതാണെന്ന്. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി കാണുക കേൾക്കുകയോ ചെയ്യരുതെന്ന്. ബോധം അറിഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ചായത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് ആ സത്യമ്മ എഴുന്നേറ്റ് വരുമ്പോ മുന്നിലേക്ക് ചെന്ന് പറയട്ടെ, നിന്റെ കുഞ്ഞ് അബോഷനായി പോയിന്ന്. എനിക്കൊന്നും അറിയില്ല കുഞ്ഞേച്ചി. ശാലിനി, നോക്കമ്മേ, എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ, സത്യാമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ മോളെ, നിന്റെ ജീവിതോടെ നിനക്ക് സത്യമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരേ ഒരു വഴിയല്ലേ ഈ കുഞ്ഞ്. സീമന്തത്തിന്റെ സമയത്ത് നീ ഗർഭിണിയായിരുന്നു എന്നറിഞ്ഞ സത്യമ്മ എല്ലാം ക്ഷമിക്കൂടി. ക്ഷമിക്കാൻ സത്യമ്മ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളുടെ കാര്യം അറിയുമ്പോ തന്നെ അത് താങ്ങാൻ വയ്യാതെ സത്യമ്മ. ഈശ്വരാ, അമ്മേ, ഞാൻ പറയുന്ന പോലെ ചെയ്ത ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. എനിക്കൊന്നും അറിയില്ല. ശാലിനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതെല്ലാം നാളെ ഉണ്ടായിരിക്കും. പിന്നെ എന്റെ വയറ്റിലെ കുഞ്ഞ് അത് ഇന്നൊരു ദിവസം ഉണ്ടായ പ്രതീക്ഷയാ. അതെന്റെ കൂടെ പിറപ്പിന് കൊടുക്കാൻ അമ്മ സമ്മതിക്കണം. നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്ലീസ്. എന്റെ പൊന്നു മോളെ, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എഴുന്നേക്ക്. നന്നായി വരും മോളെ, നന്നായിട്ട് വരണം. മോളെ, സന്ദീപിന് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാം.
മുന്നോട്ടുള്ള വലിയൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമെന്ന്. എൻ്റെ അവന്തികയുടെയും ഒരു ആലോചനയിൽ നിന്നാണ് ഇത് ഇത്രത്തോളം ആയത്. ആദ്യം ഈ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും ഇപ്പൊ ഇത് നടക്കുന്നത് ഇത് ഞാനും അവന്തികയും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ തീരുമാനിച്ച് കഴിഞ്ഞതിനാലാണ്. അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഇതിനെ സമ്മതിച്ചു. അച്ഛനെന്ന നിലയിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയിലും അതിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും എന്നും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ. എനിക്ക് ഉറപ്പുണ്ട് അനഘയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരിക്കും സന്ദീപ്. എന്റെ മകനായതുകൊണ്ട് പറയുമല്ലോ, ഇവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഉയർച്ചകളെ ഉണ്ടാകും. എനിക്ക് എൻ്റെ മോനോട് ഒരു അപേക്ഷയുള്ളത്, നീ ഒരിക്കലും അനഘയെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അനഘ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രം വിശ്വസിച്ച ഒരു പെണ്ണ് നമ്മളെ സ്നേഹിക്കുന്നത്. അത്രയും ആഗ്രഹത്തോടെയാ കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ വിവാഹം നിശ്ചയിച്ചതും മോതിരം മാറ്റം നടന്നതുമെല്ലാം നകുലുമായിട്ടല്ലേ? കല്യാണ മണ്ഡപത്തില് താലി കെട്ടാനായി കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോ പെട്ടെന്ന് മറ്റൊരാള് താലി കെട്ടിയാ ഗംഗയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആചാരപ്രകാരം അത് വിവാഹമായി എന്ന് കരുതി മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ പെട്ടെന്നങ്ങ് മായ്ച്ചു കളഞ്ഞ് പുതിയതെടുത്തു വെക്കാൻ പറ്റുമോ? ഓ, അതാണോ കാര്യം? അപ്പോ ഗംഗയുടെ മനസ്സിൽ ഇപ്പോഴും നകുലാണല്ലേ? അവിടെ ഇപ്പോഴും മഹിയേട്ടന് സ്ഥാനം കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല. നീ വെറുതെ ഓരോന്ന് പറയാൻ ശ്രമിക്കണ്ട ഗംഗെ. നിന്റെ മനസ്സിൽ മഹിയുണ്ടെങ്കി നീ എന്തിനാ അവനെ നകന്നു നിൽക്കുന്നേ? എന്താ കഴിക്കാതെ നിക്കുന്നേ? ഗംഗ അവിടെ ഇരിക്കേ. ഗംഗ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വേണം എപ്പോഴും ഇരിക്കാൻ. ഇരിക്കേ ഗംഗേ. ഞാൻ എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന. അതെന്തിനാ? കഴിക്കാനുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. താനെ എടുത്ത് കഴിക്കാന്നല്ലേ ഉള്ളൂ. ഗംഗേ ഇരിക്കേ ഗംഗേ.
ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ആഹാരം കഴിക്കാൻ. ശ്രേയ കഴിക്കുന്നില്ലേ? അച്ഛനിനി അമ്മയ്ക്ക് വാരിക്കൊടുക്ക്. നമുക്ക് 3 പേർക്കും കൂടി ഇന്ന് അമ്പലത്തിൽ പോണം. അതിനെന്താ, പോവാലോ. ഇന്ന് വേണ്ട മാളു, നമുക്ക് വേറൊരു ദിവസം പോവാം. അതെന്താ ഇന്ന് പോയാല്? ഇന്ന് അച്ഛനും നേരത്തെ വരാന്ന് പറഞ്ഞതാ. നമുക്ക് 3 പേർക്കും കൂടി ഇന്ന് പോവാൻ ഗംഗേ. ഇന്ന് പറ്റാത്തതുകൊണ്ടാ. നമുക്ക് വേറൊരു ദിവസം പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ ഇത്ര കാര്യത്തോടെ ഗംഗയെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അറിയട്ടെ. നാത്തു നല്ല പ്ലാനിങ്ങിലുള്ള പോക്ക. ഇന്നത്തോടെ മഹിയും ഗംഗയും രണ്ടായി തീരും. ഗംഗയെ കെണിയിലാക്കാനുള്ള എന്തോ പ്ലാനിങ് ആണല്ലോ. അവൾ ഈ വീട്ടില് മഹിയേട്ടനോടൊപ്പം താമസിക്കരുതമ്മേ. ഒരു തരത്തിലും രക്ഷയില്ലാതെ വന്ന് ഞാൻ ഗംഗയെ കൊന്നുകളയും. അതൊരിക്കലും നടക്കില്ല ശ്രേയ. നീ അതിന് ശ്രമിച്ചാ മരിക്കുന്നത് നീയായിരിക്കും. ആ കുട്ടിപ്പിശാച് വരുന്നുണ്ട്. നിന്റെ ഗംഗ നിന്നെ കൂട്ടാതെ പോയല്ലോ. അതിനെന്താ, ഗംഗ എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്നാലും നിന്നെ കൊണ്ടുപോകാത്തതിൽ നിനക്ക് ദേഷ്യമില്ലേ? ഇല്ല, എനിക്ക് ഗംഗയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ കുട്ടിപ്പിശാചിന് അവൾ എന്തോ കൈവശം കൊടുത്തിരിക്കുക. അവള് കൈവശോ കാൽവശോ എന്ത് വേണേലും കൊടുത്തോട്ടെ. എന്ത് കൊടുത്താലും നാത്തു നിന്നവളുടെ ഫ്യൂസ് വരും. അത് ഉറപ്പാ. നീ നോക്കിക്കോ. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തരാം. അയ്യോ, നീ എന്തിനടി എന്നെ തല്ലിയ? ഞാനും തലയില്ല. നോണ പറയുന്നോടി. അമ്മ എന്തായി കാണിക്കുന്നേ? അവളുടെ ഒരു ചിരി. മര്യാദയ്ക്കൊന്നും എറിയാൻ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അവളുടെ ഒരു ചിരി കണ്ടില്ലേ? മോളെ, ഇതൊന്നും എന്റെ കുഴപ്പമല്ല.
ഓ, ആ ഗൗരി ഇവിടെ എവിടെയോ ഉണ്ടെന്നാ തോന്നേ. ആ നാശം നമ്മുടെ പ്ലാൻ എല്ലാം പൊളിക്കുവോ? ഗംഗയെ എവിടേക്കാ കൊണ്ടുപോയെന്ന് നോക്കണം. വാ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി കവിത കാര്യങ്ങൾ? അമ്മുവിന്റെ കാര്യത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല. കൃത്യം 11 കഴിയുമ്പോ അവൾ സ്വയം വീടിന് പുറത്തേക്ക് വരും. അല്ല, അവളോട് ഇറങ്ങിപ്പോകാൻ നീ പറഞ്ഞു? ഇതിനിടയിൽ ചില ഒത്തുകളികൾ സ്വാതി നടത്തുന്നുണ്ട്. അതല്ല, എനിക്ക് സഞ്ജുവിനും ലക്ഷ്മിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. തീരുമാനങ്ങളോ? അതെന്താ ഏതാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ലച്ചു പുറത്തേക്കൊന്ന് ചെല്ല്, ഗാർഡൻ അടുത്തേക്ക്. അവിടെ ലച്ചുവിനെ കാത്തൊരാൾ നിൽപ്പുണ്ട്. അതാരാ? ഗോവിന്ദ്. ഗോവിന്ദിന് അമ്മനോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്ത് കാര്യം? അതെന്താന്ന് ഗോവിന്ദ് പറയും. അമ്മ ചെല്ല്. ആ, അമ്മുന്റെ കാര്യത്തിൽ കാര്യങ്ങൾ എളുപ്പത്തിലായി. അവിടെ വെച്ച് ഞാൻ അയച്ചവർ അവളെ കടത്തിക്കോളും. പക്ഷേ അവള് സ്വയം ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർക്കണം. അതിന് കഴിയില്ലല്ലോ. കഴിയും. ദേ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്ന നീ അമ്മുവിന്റെ ബാഗും ഡ്രസ്സും റൂമിൽ നിന്ന് മാറ്റണം. ആ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ അയച്ച ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. സഞ്ജുവും സ്വാതിയും എപ്പോഴേ പാല് കുടിച്ച് ഉറങ്ങിക്കാണും. നീ വെച്ചു. ഇനി മംഗലശ്ശേരിയിൽ അരങ്ങേറാൻ പോകുന്നത് ശാന്തി മുഹൂർത്തമല്ല, അശാന്തി മുഹൂർത്തം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ, രണ്ടും ഉറങ്ങിക്കാണും. അത്ര നല്ല മരുന്നാണല്ലോ പാലിന്റെ കൂടെ അകത്ത് പോയിരിക്കുന്നത്. വേദനിക്കാതെ ഈ ഉറക്കത്തിലൂടെ രണ്ടും ഈ ലോകം വിട്ടു പോവുകയാണല്ലോ. വേദനയില്ലാത്ത മരണം നിനക്കും നിന്റെ പെണ്ണിനും ഞാൻ തന്നില്ലടാ മോനെ. അതിന് അപ്പച്ചിയോടൊരു നന്ദി വാക്ക് പോലും പറയാതെ ആണല്ലോടാ നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോന്നേ. സാരമില്ല, അപ്പച്ചി അത് ക്ഷമിച്ചു. അച്ഛന്റെ വിധി തന്നെ നിനക്കും ഞാൻ തന്നു.
ഇനിയുള്ളത് നിന്റെ അമ്മ. നിന്റെ പിന്നാലെ അവളും വരും. എന്തായാലും ലച്ചു ജീവനോടെ ഇരിക്കുമ്പോ കവിത ചേച്ചിയുടെ ഒരാഗ്രഹവും സാധിക്കില്ല. എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ രാജകുമാരനും ഒരു ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതായി പോവില്ലേ? ദൈവമേ, പാലിൽ കവിതേച്ചി വിഷം ചേർക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരമേനോന്റെ വേഷം കെട്ടൽ ഇവിടെ കഴിഞ്ഞു. ഇയാള് പ്രഭാവതിയെ കൊല്ലാൻ വന്ന ശേഖരമേനോനല്ലേ? ഇയാളാണോ വേഷം മാറി ഇവിടെ താമസിക്കുന്നേ? എടാ പിശാചേ, എന്റെ അമ്മയെ കൊന്നിട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ചു താമസിക്കല്ലേ? നിന്നെ ഞാനേ ഇവിടെ വെച്ച് തന്നെ തീർക്കും. സർ വേണ്ട സർ, വിശാൽ സർ വേണ്ട സർ, വേണ്ട. എടാ വേണ്ട, നിനക്ക് എന്റെ അമ്മയെ കൊന്നത് പോരാ, ഇപ്പോ ഈ നിൽക്കുന്ന അമ്മയെ കൂടി കൊല്ലണോ അല്ലേ? അയ്യോ, ഞാനല്ല. നിന്നെ ഞാനിന്ന് വെറുതെ വിടലടാ. വേണ്ട വിശാൽ, വേണ്ട. അന്ന് നീയെ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. വേണ്ട വിശാൽ, അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഞാൻ കൊല്ലൂടാ. വിശാൽ സർ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇയാളെ എന്റെ അമ്മയെ കൊന്നവനാ. ഇയാളെ എനിക്ക് കൊല്ലണം. അയ്യോ അയ്യോ, വേണ്ട. ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത്. ഞാനിവിടെ വന്നതിനും വേഷം മാറി താമസിച്ചതിനും കാരണങ്ങളുണ്ട്.
നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈ കുടുംബത്തെ നശിപ്പിക്കാനല്ല ഞാനിവിടെ താമസിച്ചത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. എന്താണ് നിനക്ക് പറയേണ്ടത്? എന്താണ് നിനക്ക് പറയേണ്ടത്? സത്യം പറയാനുള്ള എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കി നിന്നെ ഞങ്ങൾ വെറുതെ വിടണോ? നിന്നെ കൊല്ലണോ എന്ന്? നിക്കവിടെ. വെയിറ്റ് വിശാൽ, വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാള് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല. ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീയൊന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അപ്പോ ശേഖരന്റെ പിന്നാലെയുള്ള അന്വേഷണം കുറച്ചുകൂടി കൃത്യവും ഈസിയും ആവില്ലേ? അമ്മ എന്താ ഈ പറയുന്നത്? പാർവതിക്ക് എങ്ങനെയാ അയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനാവുന്നേ? അയാള് ആരോരുമില്ലാത്ത അനാഥനായ ഒരു അന്ധൻ, ഊരും പേരും ഇല്ലാതെ തെരുവിൽ തെണ്ടി നടക്കുന്നു. അങ്ങനെ കരുതി അയാളോട് സഹതാപം തോന്നിയിട്ടല്ലേ പാർവതി അയാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ അയാൾക്ക് അഭയം കൊടുത്തതും. ആ സ്ഥിതിക്ക് പാർവതിക്ക് എങ്ങനെയാ ശേഖരന്റെ ഒളിയിടങ്ങളും അയാൾ പോകാൻ സാധ്യതയുള്ള വഴികളും പറയാനാവുക? പാർവതിക്ക് ശേഖര മേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അതവൾ ഒരിക്കലും മനസ്സിൽ വെക്കാതെ അത് എന്നെ എന്നോട് പറഞ്ഞേനെ. അവൾക്ക് ശേഖരനെ കുറിച്ച് ഒന്നും അറിയാൻ സാധ്യതയില്ലമ്മേ. എന്റെ വിശാലേ, പാർവതി എന്തെങ്കിലും മനഃപൂർവ്വം നിന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എടാ, ആ കാര്യത്തില് എനിക്ക് പാർവതിയെ ഒരു സംശയവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ശേഖരനും പാർവതിയും തമ്മിലുള്ള സംസാരത്തിനിടയില് എന്തെങ്കിലും അയാളെക്കുറിച്ച് എന്തെങ്കിലും ചില വിവരങ്ങള് അയാള് പോലും അറിയാതെ അയാള് പാർവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലൂ അത് നമുക്ക് കിട്ടില്ലെന്ന് കരുതി സൂചിപ്പിച്ചതാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പാർവതിയോടൊന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വിവരം കിട്ടിയാലോ? അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാ നമുക്ക് ശേഖരനെ അന്വേഷിച്ച് നാടൊട്ട് കലയണ്ടല്ലോ മോനെ. എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പിടികൂടിയേ മതിയാവും മോനെ. അതിന് തന്നെയാ ഞാനും നോക്കുന്നത്. എടാ, നീ മടിച്ചു നിൽക്കാതെ പോയി പാർവതിയോട് ചോദിക്ക് മോനെ. എനിക്ക് പ്രതീക്ഷയുണ്ട്. ശേഖരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്ന് എത്താനുള്ള ഒരു വഴി എടാ പാർവതിയുടെ നാവിൽ നിന്ന് തന്നെ വരും. നീ ഒന്ന് ചെല്ലടാ. എനിക്കാ പ്രതീക്ഷയില്ല. എങ്കിലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാർവതിയോട് ചോദിക്കാം. ഇനിയിപ്പോ ചോദിച്ചില്ലെന്ന് വേണ്ട. പാർവതി അവൾ എന്റെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ അറിയാത്ത
എന്നെ അറിയാത്ത ഒന്നും അവളുടെ മനസ്സിലുണ്ടാവില്ല. ഇവിടെ വേഷം കെട്ടി താമസിച്ചിരുന്നത് ശേഖരമേനോനാണെന്ന് എന്തെങ്കിലും തരത്തിൽ അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സംശയം അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ അവളത് അപ്പം തന്നെ എന്നോട് പറയുമായിരുന്നു. അയാളെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. അങ്ങനെ തന്നെ എൻ്റെ വിശ്വാസം. ഇനി അഥവാ അമ്മ കരുതും പോലെ ശേഖരമേനോനെ കുറിച്ച് അവൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാതിരിക്കുന്നതാണെങ്കിൽ അത് പാർവതിയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് വിഷമിക്കണ്ട കേട്ടോ. അപ്പുവേട്ടന് സുഖമാകും, പേടിക്കണ്ട. മുത്തശ്ശിയല്ലേ പറയുന്നേ, അപ്പൂനൊന്നും സംഭവിക്കില്ല. അവന് സുഖമാവും. ഇനി മോളുമായി കൂട്ടുകൂടുകയും ചെയ്യും. എന്നാലും എനിക്ക് സങ്കടം വരുമോ മുത്തശ്ശി? എന്റെ അപ്പുവേട്ടൻ. മോള് കരയാതെ. ഒരു കാര്യം ചെയ്യും, മോള് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൂന് ഒരു അബദ്ധം വരുത്തരുതേ എന്ന് മനസ്സൂരിക്ക് പ്രാർത്ഥിക്കും. അപ്പൊ പിന്നെ അപ്പൂനൊന്നും സംഭവിക്കില്ല. മോടെ സങ്കടം തീരുകയും ചെയ്യും. മുത്തശ്ശി പറഞ്ഞ ശരിയാ, പ്രാർത്ഥിച്ചാ മതിയല്ലോ. അപ്പൊ അപ്പൂനൊന്നും സംഭവിക്കില്ലല്ലേ? മോള് വാ, നമുക്ക് പ്രാർത്ഥിക്കാം. വാ. എന്റെ അപ്പുവേട്ടന് ഒരു ആപത്തും വരുത്തരുതേ ഭഗവാനെ. ഈശ്വര, അപ്പൂനൊന്നും വരുത്തരുതേ. പെട്ടെന്ന് സുഖാവണേ. എന്റെ കുഞ്ഞു ചേച്ചി പോയിട്ട് വാ മോനെ. എന്റെ ദൈവമേ, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈശ്വര. വിഷമിക്കാതെ, ഒന്നും ഉണ്ടാവില്ല. കണ്ണിലെന്തോ ഒരു എരിച്ചില് പോലെ പൊടി വീണതാന്ന് തോന്നുന്നു. സർ, ഒരു മിനിറ്റ്. എന്റെ കണ്ണ, എന്റെ അപ്പൂനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. കാത്തോണേ കണ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെ വെച്ചാ ശ്യാമ കണ്ണനെ കണ്ടേ? ഇവിടെ വെച്ച് തന്നെയാ. കണ്ണനെന്നല്ലേ പേര് പറഞ്ഞ? അതെ. എന്നാ പിന്നെ ഇത്ര അത്ഭുതം കാട്ടി അവനെ മറ്റാരുമല്ല,
സാക്ഷാൽ കണ്ണൻ തന്നെയാ. എന്റെ കണ്ണ, നീ എന്തൊക്കെ മായകളെ കാണിക്കുന്നു. എന്തായാലും ഞാൻ മനോരുക്കി പ്രാർത്ഥിച്ചപ്പോ നീ എന്റെ അപ്പുവിന്റെ ജീവൻ എനിക്ക് തന്നല്ലോ. നന്ദിയുണ്ട്. നീ എന്റെ അപ്പുവിനെ രക്ഷിച്ചല്ലോ കണ്ണ. അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയെല്ലാം കുറവുണ്ട് ഡോക്ടറെ. കുറച്ചു സമയം അപ്പു എല്ലാരും പേടിപ്പിച്ചു കളഞ്ഞു. ഡോക്ടർ, എന്താ മോനെ? ഓപ്പറേഷന് മുമ്പ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം മറന്നോ? എന്താ? എന്റെ ഹൃദയം തുറക്കുമ്പോ ഡോക്ടർ യഥാർത്ഥ ഈശ്വരനെ കാണും. ആ രൂപം എങ്ങനെയാന്ന് പിന്നെ എനിക്ക് പറഞ്ഞു തരാന്ന് ഡോക്ടർ സമ്മതിച്ചതാ. ഉറപ്പായിട്ടും ഡോക്ടർ ഹൃദയത്തിൽ ദൈവത്തിനെ കണ്ടു കാണും. പറയണം ഡോക്ടറെ, എങ്ങനെ ഈശ്വരന്റെ രൂപം ഇരിക്കുന്നേ? അപ്പു, നിന്റെ ഹൃദയം ഓപ്പൺ ചെയ്തപ്പോ ഈശ്വരന്റെ രൂപം ഞാൻ കണ്ടില്ല. പിന്നെ നിന്റെ നിലച്ച ഹൃദയത്തിലേക്ക് ആദ്യ തുള്ളി രക്തമായി ഈശ്വരൻ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അപ്പു. പക്ഷെ പല സമയങ്ങളിലും ഇങ്ങനെ അത്ഭുതമായും ആശ്വാസമായും ദൈവം എത്താറുണ്ട്. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അനുഭവിച്ചറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, അഞ്ജലി എവിടെ? ഞാനും അതാ നോക്കിയത്. ഏട്ടത്തി എന്തായാലും കിടന്ന് ഉറങ്ങിയൊന്നുമല്ലല്ലോ. എവിടെ പോയി ആള്? ചോദിച്ചു കേട്ടില്ലേ? അഞ്ജലി ചേച്ചി എവിടെയെന്ന്? ചേച്ചി പോയി. പോയെന്നോ? എങ്ങോട്ട്? എന്താ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നത്? ലക്ഷണം കണ്ടിട്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. അത് പറ, അഞ്ജലി ഏട്ടത്തി എവിടെ പോയി? ശരിയാ, ഇവരിവിടെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണാത്ത എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് ഇവർക്കറിയാം, ഉറപ്പാ. നിക്കടി ഇവിടെ. എന്താ കാര്യം എന്ന് പറഞ്ഞോ, ഇല്ലെങ്കിലുണ്ടല്ലോ. എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്ത് ചെയ്യും നിങ്ങള്? ആട്ടച്ചിന്റെ ചെവിക്കല് ഞാൻ പൊളിക്കും, കാണണോ? എങ്കിലടിക്ക് കാണട്ടെ. വേണ്ട, ഞാൻ പറയാം. കുഞ്ഞോളെ വേണ്ട. പറയാം കുഞ്ഞേച്ചി. എന്തായാലും ഈ രഹസ്യങ്ങൾക്കൊന്നും അധികം ആയുസില്ല. നാളെ വല്യേച്ചി അവിടെ ചെല്ലുമ്പോ തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. കാര്യം പറ ആര്യ. ആര്യയല്ല ഞാൻ, സൗഭാഗ്യ. ഇത് ആരതിയല്ല, ദർശനയാ. അഞ്ജലി ചേച്ചിയുടെ യഥാർത്ഥ പേര് രാധയെന്നാ. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മക്കളാണ് ഞങ്ങൾ. സുഭദ്രാമ്മയുടെ നേരെ അനിയത്തിമാർ.
തൃപ്പക്കോട്ട രാജകുമാരികളാണോ നിങ്ങൾ? സാക്ഷാൽ വാസുദേവൻ അങ്ങത്തയുടെ പെൺമക്കൾ. അതെ, ഇത്രയും കാലം ഞങ്ങൾ പേരും മാറ്റി ഒളിച്ചു ജീവിക്കായിരുന്നു. ആരെയും പറ്റിക്കാനൊന്നുമല്ല, കോട്ടയ്ക്കൽ മേഘനാഥൻ എന്ന ശത്രുവിൽ നിന്നും രക്ഷ നേടാൻ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. കൊച്ചുകുട്ടികളായിരുന്നെങ്കിലും ഞങ്ങളും തൃപ്പങ്കോട്ടുകാരല്ലേ. അവിടുത്തെ കഥകൾ മറക്കാൻ പറ്റുമോ? എന്നാലും ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നു. അപ്പോ അഞ്ജലി എന്ന രാവചേട്ടത്തി ശ്രീമൂലസ്ഥാനത്ത് ഉടവാളെടുക്കാൻ പോയതാണല്ലേ? അതെ. സൂപ്പർ. ഹോ, നാളെ വേണം ആ ദൃശ്യം ഒന്ന് നേരി കാണാൻ. ആലോചിക്കുമ്പോ തന്നെ ഏത് രോമാഞ്ചം വരിക. നോക്ക്. എവിടെ? എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കിടന്ന് പിടയ്ക്കണ്ട. നിനക്കിനി ഇവിടുന്ന് രക്ഷയില്ലെന്ന് പറയാന് നിന്നെ ഞാൻ ഇവിടുന്ന് ചവിട്ടി ഉണർത്തിയത്. കൂട്ടത്തില് ഒരു നല്ല കാര്യം പറയാനും. തൽക്കാലം നിന്നെ ഇവിടെ തനിച്ച് കഴിയാൻ വിടുക ഞാൻ. എന്റെ ഡ്യൂട്ടി ഇവിടെയല്ല, അങ്ങ് തൃപ്പങ്ങോട്ടാ. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, നീയൊക്കെ അഞ്ജലി എന്ന് വിളിക്കുന്ന എന്റെ രാധ, അവളും പോയിട്ടുണ്ട് തൃപ്പങ്ങോട്ടേക്ക്. ഞാൻ അന്വേഷിച്ചു. ആ വക്കീൽ വന്നവളെ കൊണ്ടുപോയിരിക്കുക, നാടിനും നാട്ടുകാർക്കും വേണ്ടി. തൃപ്പങ്ങോട്ട് ഉത്സവം പൂർത്തിയാകണമെങ്കിൽ അവൾ ഉടവാൾ പൂജ ചെയ്ത് പൂർണ്ണകുംഭ പ്രദക്ഷിണം ചെയ്യണമെന്നാണ് സങ്കല്പം. അല്ല, സ്വന്തം നാടല്ലേ, നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ തൃപ്പങ്ങോട്ടെ ചടങ്ങുകൾ. പക്ഷേ നിന്റെ ഭാര്യയായിരുന്ന രാധയാണ് അത് നടത്തേണ്ടതെന്ന് മാത്രം അറിഞ്ഞില്ല അല്ലേ? ആ ശ്രീമൂലസ്ഥാനത്തെ ചടങ്ങുകൾ കഴിയുമ്പോൾ അവൾ സ്വന്തം ചേച്ചി സുഭദ്രയിരുന്ന സിംഹാസനത്തിന്റെ അവകാശിയാണ്. അതായത് നിന്റെ ഭാര്യ എന്റെ ഭാര്യ ഇരുന്ന സിംഹാസനത്തിൽ ഇരിക്കുമെന്ന അർത്ഥം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ തൃപ്പങ്ങോട്ടെ വരുംകാല അവകാശി എന്ന സ്ഥാനം ഇത്രയും കാലം എന്റെ മകൻ കാശിനാഥനായിരുന്നു. ഇനി മുതൽ ആ അവകാശി നിനക്കാവളിൽ പിറന്ന സന്തതിക്ക, ആ അച്യുതിന്. അത് ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും. നിന്നെ കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ ഇന്നല്ല, ആദ്യം അവളെ, ഞാൻ മോഹിച്ച, എന്നെ വഞ്ചിച്ച രാധയെ, പിന്നെ നിങ്ങളുടെ മകനെ, ആ അച്യുതിനെ. ഒടുവിൽ നിന്നെ എന്ത് വേണമെന്ന് ഞാൻ തിരികെ വന്നിട്ട് തീരുമാനിക്കാം. എന്ത് പറയുന്നു ഇപ്പോഴീ മേഘനാഥനെ പറ്റി? നിനക്കൊരുപാട് വിഷമം കാണുമെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യയും മകനും അല്ലേ മരിക്കാൻ പോകുന്നത്. ആർക്കായാലും ചങ്ക് പൊട്ടുന്ന വിഷമം വരും. പക്ഷെ എന്ത് ചെയ്യാം, ഇതൊഴിവാക്കാൻ ഒരു വഴിയുമില്ല.
നിന്റെ വിധി അത് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിനാണ് പ്രഹരം എന്നൊക്കെ പറയുന്നത്. ചെമ്പകമംഗലത്തെ മഹാരാജ്ഞിയുടെ തലക്കിട്ട് കൊടുക്കുന്ന പ്രഹരം. എന്താ രാജലക്ഷ്മി? ആ ജോത്സ്യന് വരാൻ പറ്റില്ലെന്ന്. അയ്യോ, അതെന്താ? അങ്ക കുറിച്ചിട്ട് പോയ ശത്രുക്കൾ അണിയറയിൽ വാള് രാഗി തുടങ്ങി. ഏറെ ശത്രുക്കളൊന്നുമില്ല ചാ, ഒരേ ഒരാൾ മാത്രം, എന്റെ പെങ്ങൾ ഇന്ദ്രജ. അവളായിരിക്കും നിന്റെ കാരണക്കാരി. നീ മുറിക്കാത്തല്ലേ? അതെ, എന്താ? അതല്ല, മുറി കുറ്റിയിട്ട് പതുക്കെ സംസാരിക്കാവും. അവസാന നിമിഷം പോലും നമ്മൾ പിടിക്കപ്പെടാൻ ഇടവരരുത്. അതില്ല, ഞാൻ മുറി കുറ്റിയിട്ടിട്ടുണ്ട്. ചെമ്പകമംഗലത്തിപ്പോ മരത്തൂണുകൾക്ക് പോലും ചെവികളുണ്ടായി വരികയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ച എല്ലാം കൈകാര്യം ചെയ്യുന്ന നിനക്കാ അശ്രദ്ധ. ഞാൻ മറ്റൊരു കാര്യം ഷെയർ ചെയ്യാനാണ് നിന്നെ വിളിച്ചത്. നീ പറ വൈശാഖേ. എടീ, നമ്മൾ വല്ലാത്തൊരു കുരുക്കില. എന്താ? കല്യാണത്തിന് മുമ്പ് അവരാ പണം തരുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. കല്യാണം നടന്നാലേ അവരാ പണം തരൂ. അത് ശരിയാ, പക്ഷെ കല്യാണം വരെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് തട്ടിയെടുക്കാൻ വേണ്ടി എനിക്ക് മീനാക്ഷിയുടെ കഴുത്തിൽ താലി ഇടാൻ പറ്റുമോ? അത് എന്തൊരു ചതിയാണോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പണം 1 or 2 രൂപയൊന്നുമല്ല, 1 കോടി രൂപയെ. അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ആ പണമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏക ബേസ്മെന്റ്. ശരിയാ, പക്ഷെ അതിനിപ്പോ എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് തന്നെ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കും. കൈക്കലാക്കിയേ പറ്റൂ. അതിനിപ്പോ അച്ഛനമ്മയെ തന്നെ നിയോഗിക്കാം. ഏതായാലും നീ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ബാഗ് സൂക്ഷിക്കണം. ഇതാ ചിലരുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറ. എന്താ മോളെ ഈ ബാഗിൽ ഇങ്ങനെ നോക്കുന്നേ? അത് നിനക്കുള്ള പണം തന്നെയാ. നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ വൈശാഖിന് കൊടുക്കുന്ന സ്ത്രീധന പണം. ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് ACP എത്ര പ്രാവശ്യം പറഞ്ഞമ്മേ. സ്ത്രീധന പണം എത്ര ചീപ്പാ അമ്മേ ആ വേർഡ്. മോളെ മോളെ അത് ശരിയാ. ഇന്നത്തെ കാലത്ത് സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ തെറ്റാ. കാരണം അടുക്കളയിലെ ഹോമിക്കാനല്ല ഇന്ന് മാതാപിതാക്കള് പെൺമക്കളെ വളർത്തുന്നത്.
അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി ഉന്നത നിലയിൽ എത്തിച്ച ശേഷം മാത്രം വിവാഹം ആലോചിക്കുന്നതും നടത്തുന്നതും. അതവിടെ നിൽക്കട്ടെ. എന്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ നിനക്കിപ്പോ ഒരു ജോലിയില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാലും ഇവിടെ നിന്നാലും എന്റെ മോൾക്ക് ഒരു കുറവും വരരുത്. പണത്തിന് അതിൻ്റെതായ വിലയുണ്ട് മോളെ. പണമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുവോ? സമ്പത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരില് നിനക്കൊരു വില കുറവ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാ അവര് ചോദിക്കുന്ന പണം എന്റെ അമ്മ എന്റെ മോൾക്ക് തരുന്നത്. അത് നിന്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയാ. അതിന്റെ പേരില് എന്റെ മോളെ ആരും മാറ്റി നിർത്തരുത്. പക്ഷെ ഈ പണം അങ്ങോട്ട് കൊടുത്തുള്ള കല്യാണത്തെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അഭിപ്രായമില്ല. പെണ്ണു വീട്ടുകാർ കൊടുക്കുന്ന പണം യാതൊരു ഉളുപ്പും കൂടാതെ വാങ്ങി പുട്ടും കടലെ അടിക്കുന്ന യൂസ്ലെസ്സുകളോട് എനിക്ക് പരമ പുച്ഛമാ. എന്റെ മോള് അത്രയ്ക്ക് അങ്ങ് പുരോഗമനവാദിയൊന്നും ആവണ്ട. ഞാൻ ഫെമിനിസ്റ്റ് ആയതൊന്നും അല്ല, സത്യം പറഞ്ഞതാ. അതെ, ഇക്കാര്യം പറഞ്ഞ് നീ വൈശാഖനോട് തർക്കൊന്നും വേണ്ട. അമ്മേ, ഈ ആനകളെ അമ്പലത്തിലേക്ക് നടക്കിരുത്തിയ കാശ് അങ്ങോട്ട് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, നേരാണോ? ആ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ആന ഇടറി ഒരു 5-6 പേരെ ചവിട്ടിക്കൊന്ന അതിന് നഷ്ടപരിഹാരം ആര് കൊടുക്കും? അതൊന്നും എനിക്കറിയില്ല. അല്ല, മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഓ, വെറുതെ ചിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഈ ബാഗിലാണ് ആ കഴുകന്റെ കണ്ണുകൾ. ഒരു കാരണവശാലും ഇത് തൊടാൻ അവനെ അനുവദിക്കരുത്. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.